സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടുമ്പോഴും സർക്കാർ കാഴ്ചക്കാരായി മാത്രം മാറിയിരിക്കുകയാണ്. വരുന്ന ഓണക്കാലത്ത് വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് മുൻ ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. അരിയും വെളിച്ചെണ്ണയും അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വിപണിയിൽ തീപൊള്ളുന്ന വിലയാണ്. മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വഴി ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ജനങ്ങളുടെ പരാതി. ഇത്തവണ വിപണിയിൽ ഇടപെടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഓണക്കാലത്ത് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് മുൻ ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കുന്നു. വിപണിയെ സംബന്ധിച്ചും വില വർധനമുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ക്രമീകരിച്ച് കൊടുക്കാനുണ്ടായ പരാജയമാണ്, ഭക്ഷ്യവകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണ്, അശ്രദ്ധയാണ് ഈ ഓണക്കാലത്ത് ജനങ്ങളെ വിലക്കയറ്റത്തിൻ്റെ വറുതിയിലേക്ക് തള്ളിവിട്ടത്. കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ വഴി LDF സർക്കാർ നടത്തിയ കാര്യക്ഷമമായ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷവും മുൻമന്ത്രിയും രംഗത്തെത്തുന്നത്. വെളിച്ചെണ്ണ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നപ്പോഴും സപ്ലൈകോ വിപണിയിൽ സജീവമായി ഇടപെട്ട വിലക്കയറ്റം നിയന്ത്രിച്ചിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം അടക്കം ഉണ്ടാകുമ്പോഴും LDF ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകാത്തത്. സാധാരണക്കാരെ പ്രതിരോധത്തിലാക്കുന്ന ഈ നടപടി അവസാനിപ്പിച്ച് സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങളും ഓണച്ചന്തകളും സജീവമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.